അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രൂരത നിറഞ്ഞ സ്ത്രീകളെക്കുറിച്ച് 2024-ലും 2025-ലും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ നമ്മൾ 2024 അവസാന ഭാഗത്താണ് കേട്ടത് ക്രൂരതകൾ. എന്നാൽ ഇതാ അതിനെയൊക്കെ വെല്ലുന്ന ഒരു ക്രൂര സ്ത്രീ, നീച സ്ത്രീ, ഏറ്റവും മോശപ്പെട്ട വല്ലാത്ത നികൃഷ്ട ജീവിയാണ് ഇവളുടെ ഈ പ്രവൃത്തി ഇന്ന് ലോകമാധ്യമങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? അത്രക്കും നീച പ്രവൃത്തിയാണ് അവൾ ചെയ്തത്. ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പോൾ മീഡിയകളിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട്, ഒരുപാട് വിഷയങ്ങളുമായിട്ട് ആഘോഷിക്കുകയാണ്. ആ കാലഘട്ടത്തിലേക്ക് ഇതാ വന്നിരിക്കുന്ന ഒരു ക്രൂരയായ സ്ത്രീ. ഇത്രയ്ക്കും പെണ്ണുങ്ങൾക്ക് ക്രൂരയാവാൻ കഴിയുമോ? ഒരിക്കലും ഒരു പുരുഷൻ ചെയ്യൂല. അത്രയും വലിയ പ്രവൃത്തിയാണ് ചെയ്തത്. അല്ല, പ്രവൃത്തിയിൽ കൂടുതൽ ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ പലരും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ചെയ്തിട്ടില്ല. കുട്ടികളോട് ഇവള് ചെയ്ത കുറ്റം എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവിന് ആദ്യ ഭാര്യയിലുള്ള മകളാണ്. ആ പെൺകുട്ടിയെ ബെഡിലോ പായയിലോ മൂത്രമൊഴിച്ചതിന്, രാത്രിയിൽ ഉറക്കത്തിലെ മൂത്രമൊഴിച്ചതിന് സ്വകാര്യ ഭാഗത്ത് ഇരുമ്പ് പഴുപ്പിച്ച് വെച്ചു എന്നാ പറയുന്നത്. ആര് ചെയ്യും ഇത്തരം വലിയൊരു ക്രൂരത? കഷായം ഗ്രീഷ്മനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തിരൂരിലൊരു പെൺകുട്ടി ഒരു ഹോട്ടൽ ഉടമയെ കൊന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പണത്തിനും മറ്റും വേണ്ടിയിട്ടായിരുന്നു. ഗ്രീഷ്മ പ്രേമത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഇവൾ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഇവള് ക്രൂരതക്ക് വേണ്ടി ചെയ്തത്. അതന്നെ, മൃഗത്തിനേക്കാൾ വലിയ ക്രൂരത. ഒരു വേപ്പ് പിടിച്ച മൃഗം, വേപ്പ് നായ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു മൃഗം. ഇവളിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ പോലീസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവരവിടെ വെറുതെ വിടും. പക്ഷേ ആര് വെറുതെ വിട്ടാലും പടച്ചോൻ വെറുതെ വിടൂല. കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് പടച്ചോൻ കൊടുക്കും. അതിലൊരളവും കുറവ് വരില്ല, കൂടുതൽ ഇതല്ലാതെ. അവൻ കൊടുക്കുന്നത്രേ ആർക്കും കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു തആല 2 മലക്കുകളോട് ചോദിച്ചത് കണ്ടില്ലേ? ഖുർആൻ പറയുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് ഭൂമിയിലെ ശിക്ഷ വേണോ ആഖിറത്തിലെ ശിക്ഷ വേണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പരലോകത്തെ ശിക്ഷ വേണ്ട, ഞങ്ങൾക്ക് ഇഹലോകത്തെ ശിക്ഷ മതി എന്ന് പറഞ്ഞു. അതാ, അപ്പൊ പരലോകത്തെ ശിക്ഷ അത്രക്ക് വലിയ ശിക്ഷയാണ്. അപ്പൊ ഇഹലോകത്ത് അതേപോലെ വലിയ ശിക്ഷ, ഇഹലോകം താങ്ങാൻ വയ്യാത്ത ശിക്ഷ ഇഹലോകത്തുണ്ട്. അപ്പോൾ അതാണ്. ഏതായാലും എന്ത് പറ്റി സ്ത്രീ സമൂഹത്തിന് എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളങ്ങൾ തന്നെയാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കരുണ മനസ്സിൽ നിന്ന് എടുത്തു കളയും എന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്തിന്റെ ഒരു അടയാളം, അതിനുശേഷം വരാനുള്ള അടയാളങ്ങളാണ് ഖുർആൻ എടുത്തു കളയല്, ഖുർആൻ ഉയർത്തപ്പെടലൊക്കെ അതിനുശേഷമുള്ളതാണ്. ആദ്യപടിയായിട്ട് കരുണ മനസ്സിൽ നിന്ന് എടുത്തു കളയും. പണ്ഡിതന്മാര് ചിതറപ്പെടും, പണ്ഡിതന്മാർ വഴിതെറ്റപ്പെടും, പണ്ഡിതന്മാർ മരിച്ചൊടുങ്ങും, ഉലമാക്കൾ മരിച്ചൊടുങ്ങും. നാഥനില്ലാത്ത നാട് വാഴുന്നത് കാണാം. ഇതൊക്കെ ഹദീസുർ റസൂല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.